ഹായ് അമീഗോസ്, വെൽക്കം ടു മൈ ചാനൽ ദ തൃശ്ശൂർ ഗേൾ ഇൻ ലണ്ടൻ. ഇതെൻ്റെ ഫസ്റ്റത്തെ യൂട്യൂബ് വീഡിയോ ആണ്. ഇന്ന് ഞാനിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ഒരു സെക്കൻഡ് ഹാൻഡ് ഫർണിച്ചർ ഷോപ്പാണ് ലണ്ടനിലത്തെ. അപ്പോൾ നമുക്ക് പോയാലോ. ഇത് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ട്രെയിൻ സ്റ്റേഷനിലേക്കുള്ള വഴിയായിരുന്നു. ഇതാണ് ട്രെയിൻ സ്റ്റേഷൻ. ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ടിക്കറ്റ് ഒന്നും എടുക്കണ്ട, ഇതുമാതിരി ഇങ്ങനെ ടാപ്പ് ചെയ്താൽ മതി. ടാപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ പ്ലാറ്റ്ഫോമിലേക്ക് പോകും. നമ്മുടെ ട്രെയിൻ എവിടെയാണോ വരുന്നത് ആ പ്ലാറ്റ്ഫോം നോക്കിയിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോകും. അപ്പോൾ നമ്മൾ പ്ലാറ്റ്ഫോമിലെത്തി. ഇതാണ് ഞങ്ങളുടെ ട്രെയിൻ വരുന്ന പ്ലാറ്റ്ഫോം. അപ്പോൾ ഞാൻ അവിടെ ഇരുന്നപ്പോൾ ഇങ്ങനെ കുറേ ബേർഡ്സിനെയൊക്കെ കണ്ടു. ഇത് പ്രാവാണെന്ന് തോന്നുന്നു. നമ്മുടെ നാട്ടിലത്തെ പ്രാവിനേക്കാളും കുറച്ചുകൂടെ ഉണ്ടപ്പനായിട്ടുള്ള പ്രാവല്ലേ ഇത്. കാണാൻ നല്ല രസമില്ല, നല്ല ഉണ്ട ക്യൂട്ടായിട്ടുള്ള പ്രാവ്. ഇവർക്കൊന്നും ഒട്ടും പേടിയില്ല കേട്ടോ. ഞാൻ അവിടെ അടുത്ത് വന്നിരുന്ന് ഞാനിങ്ങനെ സൗണ്ടൊക്കെ ഉണ്ടാക്കിയപ്പോഴൊന്നും അവർ പറന്നൊന്നും പോകുന്നുണ്ടായിരുന്നില്ല, പേടിയൊന്നുമില്ല. ഇത് പ്ലാറ്റ്ഫോമിലെ സ്ക്രീനിൽ കാണിക്കുന്നതാണ് നമ്മുടെ ട്രെയിനിൻ്റെ ടൈമും കാര്യങ്ങളൊക്കെ. അങ്ങനെ നമ്മുടെ ട്രെയിൻ വന്നു. ഞാനിവിടുത്തെ ട്രെയിനിൻ്റെയും ബസ്സിൻ്റെയും ഒക്കെ ഒരു സിസ്റ്റം പിന്നീട് കാണിക്കാനുള്ള പ്ലാൻ ഉണ്ട്. അപ്പം ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കാണിക്കാം. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നേ ഉള്ളൂ. നമ്മൾ ട്രെയിനിൽ കയറിയിരിക്കുമ്പോൾ അവിടെ സ്ക്രീനിൽ നമ്മൾ ഏത് സ്റ്റേഷനിലാണ്, അടുത്തത് നമ്മുടെ ഏതാണ് സ്റ്റേഷൻ, ഈ ട്രെയിൻ എവിടെയാണ് എൻഡ് ചെയ്യുന്നത്, എപ്പോഴാണ് അവിടെ എത്തുന്നത്, അങ്ങനെയുള്ള എല്ലാ വക കാര്യങ്ങളും ഇവർ അനൗൺസ്മെൻ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ ഈ സ്ക്രീനിൽ അവരിങ്ങനെ കാണിക്കും. പിന്നെയെന്ന് വെച്ചാൽ ഞങ്ങൾ ട്രെയിൻ എടുത്ത് കഴിഞ്ഞിട്ട് പുറത്തേക്ക് നോക്കുമ്പോൾ ജസ്റ്റ് വ്യൂ ആണ്. ഇങ്ങനെ വിൻഡോയും കാര്യങ്ങളൊന്നുമില്ല, ഫുൾ ക്ലോസ്ഡ് ആണ്. അതിനുശേഷം ഞങ്ങൾ ബസ് മാറി കയറിയിരുന്നു. ഈ ബസ്സിലും സെയിം ടാപ്പിംഗ് സിസ്റ്റം തന്നെയാണ്. ഇത് ഇവിടുത്തെ ബെല്ലാണ്. ആ ബെല്ല് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സൗണ്ട് ഉണ്ടാവും. ആ സൗണ്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ ഡ്രൈവർക്ക് മനസ്സിലാവും നെക്സ്റ്റ് സ്റ്റോപ്പിൽ ഇറങ്ങാനായിട്ട് ആൾക്കാരുണ്ടെന്ന്. അതാണ് ഇങ്ങനൊരു സെറ്റപ്പ് അവിടെ ഉള്ളത്. ഇതാണ് ഞാൻ പറഞ്ഞ ഷോപ്പ്. ഇത് സെക്കൻഡ് ടൈം അറൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോപ്പാണ്. ഇത് ലൂഷൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത്. ഈ ഷോപ്പിൻ്റെ പേര് സെക്കൻഡ് ടൈം അറൗണ്ട് എന്നാണ്. ഇതൊരു ഫാമിലി റൺ ബിസിനസ്സാണ്. അതുപോലെ ലൂഷൻ വേ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഇതുള്ളത്. ഈ ഷോപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ ലണ്ടനിലെ തന്നെ ഏറ്റവും വലിയൊരു സെക്കൻഡ് ഹാൻഡ് ഫർണിച്ചറും അപ്ലയൻസസും സെല്ല് ചെയ്യുന്ന ഒന്നാണ്. ഇവിടെ ഫർണിച്ചർ, അപ്ലയൻസസ്, ഹോം ഗുഡ്സ്, അതുപോലെ എല്ലാതും നല്ല ഹൈ ക്വാളിറ്റി ഐറ്റംസ് ആണ്. അതുപോലെ തന്നെ നല്ല അഫോർഡബിൾ പ്രൈസിൽ നമുക്ക് കിട്ടുകയും ചെയ്യും. ഷോപ്പിനുള്ളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ സോഫ, ഡൈനിങ് ടേബിള്, ചെയേഴ്സ്, ടേബിള്, കബോർഡ്, കിച്ചൺ അപ്ലയൻസസ്, മിററ്, കുറേ സംഭവങ്ങൾ, ഫ്രിഡ്ജ്, ബെഡ്, ബേസ്, ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സംഭവങ്ങളും അവിടെ സെക്കൻഡ് ഹാൻഡ് ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ അവരുടെ ഓരോ ഐറ്റംസും നല്ല കണ്ടീഷനാണ്. നമുക്ക് നമ്മുടെ ഇഷ്ടപ്രകാരം നോക്കി സമയമെടുത്ത് അവരുടെ അടുത്ത് സംസാരിച്ച് ഡീറ്റെയിൽസൊക്കെ ചോദിച്ച് പതുക്കേനെ ചെയ്യേണ്ടാൽ മതി. തന്നെ അവർ 2 മൈൽ റേഡിയസിലുള്ളവർക്കൊക്കെ ഫ്രീ ഡെലിവറി കൊടുക്കുന്നുണ്ട്. പോരാത്തതിന് ഇലക്ട്രിക്കൽ ആൻഡ് ഗ്യാസ് അപ്ലയൻസസിനൊക്കെ അവർക്ക് 6 months വാറൻറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ എല്ലാതും പാറ്റ് ടെസ്റ്റഡ് ആണ്. അതുപോലെ തന്നെ ഇനി വാങ്ങിക്കാൻ പോകുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ ക്വാളിറ്റി ചെക്ക് ചെയ്യേണ്ടതാണ്. നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ തിരഞ്ഞെടുക്കാൻ നമുക്ക് സമയമെടുത്തിട്ട്. അതുപോലെ തന്നെ അവരുടെ അടുത്ത് പ്രൈസിനെ കുറിച്ച് സംസാരിക്കണം. അതുപോലെ തന്നെ ഡെലിവറി ഡീറ്റെയിൽസിനെ കുറിച്ച് സംസാരിക്കണം, വാറൻറ്റി ഡീറ്റെയിൽസിനെ കുറിച്ച് സംസാരിക്കണം. ഇതെല്ലാതും നമ്മൾ അവിടെ പോയി കഴിഞ്ഞ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ഞാൻ ഇവരുടെ സൈറ്റ് പിൻ ചെയ്ത് കൊടുക്കാം. താല്പര്യമുള്ളവർ എടുത്ത് നോക്കിയാൽ മതി. ഇവർ നമുക്ക് ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ 2 miles കൂടുതൽ ദൂരമുള്ള കാരണം അവർ £20 ആണ് ഡെലിവറി ചാർജ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഞങ്ങളുടെ സാധനങ്ങളൊക്കെ സെലക്ട് ചെയ്ത് ഫിക്സ് ചെയ്ത് അവരായിട്ട് സംസാരിച്ച് പേയ്മെൻറ്റും കാര്യങ്ങളെല്ലാം ചെയ്തു. ഞങ്ങൾക്ക് സെയിം ഡേ ഡെലിവറി ഉണ്ടായിരുന്നില്ല, കാര്യം ഞങ്ങൾ ഉച്ച കഴിഞ്ഞാണ് ചെന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് നെക്സ്റ്റ് ഡേക്കാണ് ഡെലിവറി അവർ പറഞ്ഞത്. ഡെലിവറി വരുമ്പോൾ അവർ നമ്മളെ വിളിക്കും, കോൺടാക്ട് ചെയ്ത് കാര്യങ്ങളൊക്കെ സെറ്റാക്കിയതിന് ശേഷമാണ് ഡെലിവറി വരുന്നത്. ഫസ്റ്റ് ഫ്ലോർ വരെ അവർ ഫ്രീ ആയിട്ട് നമ്മളിങ്ങനെ ഹെൽപ്പ് ചെയ്യും. അതിന് മേലെ പോയി കഴിഞ്ഞാൽ സെക്കൻഡ് ഫ്ലോറൊക്കെ ആണെങ്കിൽ അവർക്ക് നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുക്കണം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കൂടുതൽ ഇങ്ങനത്തെ വീഡിയോസ് കാണാനായിട്ട് ഫോളോ ചെയ്യുക. അപ്പോൾ ഓക്കെ, പിന്നെ കാണാൻ. ടാറ്റാ, ബൈ ബൈ.